ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ നമുക്ക് സ്കിന്നൊക്കെ പോയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റണം. ഇങ്ങനെ ഒന്ന് കട്ടാക്കി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം. നല്ല സോഫ്റ്റായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൽ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് ചേർത്താൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഉപ്പിടാതെ ഇതൊന്ന് വേവിച്ച് എടുക്കാൻ പോകുന്നത്. ഞാൻ വേവിച്ചിട്ട് ഊറ്റിയിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടണം. നമുക്കൊരു വിസ്ക് വെച്ച് കൊത്തുമ്പോൾ നല്ലോണം ഇതൊന്ന് ഉടഞ്ഞ് കിട്ടണം. ഇങ്ങനെ നൈസായിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കിട്ടും. ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്. അതും കൂടി പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും മിക്സാക്കി കൊടുക്കാം. മുട്ട നല്ലവണ്ണം അതിൻ്റെ മഞ്ഞക്കുരുവൊക്കെ ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ, എരിവിനനുസരിച്ചിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി. നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ചേർത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്, അത് ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് മൈദാപ്പൊടി അതും കൂടി ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ കലക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത്രയും മതി കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. നീളത്തിൽ അരിഞ്ഞതാണ്. ഇങ്ങനെയാണ് അതിനെ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. പിന്നെ ഒരു ചെറിയ കുഞ്ഞു തക്കാളിയും കൂടി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത്, അതും കൂടി 3 ഒന്നിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് താഴ്ന്ന് കിട്ടണം, അത്രയും മതി, കൂടുതൽ വയ്ക്കേണ്ട. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 നുള്ള് മഞ്ഞൾപ്പൊടി, അത്രയും മതി. 1 ടീസ്പൂണ് മസാലപ്പൊടി, ചിക്കൻ മസാല ഏത് മസാല വേണേലും ചേർക്കാം നിങ്ങളുടെ കയ്യിലുള്ള. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് 4 ചെമ്മീനാണ്. ഇതന്നെ ചേർക്കണം എന്നില്ല, ഞാൻ തലയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇതിന് പകരം ക്യാരറ്റ് ക്യാബേജൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്, ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നമുക്ക് ഇളക്കിയിട്ട് ഈ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിലോട്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ പേസ്റ്റ് ഏകദേശം 1 ടീസ്പൂൺ വരെ മതി കേട്ടോ. അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്താൽ ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇത് ചേർത്തിട്ടുള്ളത്. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കെച്ചപ്പ് ഇഷ്ടമാണെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കിഴങ്ങിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഇതേപോലെ ആക്കി കൊടുക്കണം. അങ്ങനെ നിരപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മസാല നമുക്ക് ഇതിന് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ ഈ മസാല നമുക്ക് എല്ലായിടത്തും ഒന്നും കൂടി ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് കയ്യിലുണ്ടെങ്കിൽ അല്പം മൊസറല്ല ചീസ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലായിടത്തും. ഇല്ലെങ്കിൽ ഇടണമെന്നൊന്നുമില്ല, ഇത് ഉണ്ടെങ്കിൽ മാത്രം ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇല്ലാതെ നിർബന്ധമില്ല, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചീസൊക്കെ കൂട്ടിയിട്ട്. ഇനി മൊത്തത്തിൽ ചുറ്റിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് മൂടി വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഈ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഇതൊന്ന് വെന്ത് വരും. ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം.
അങ്ങനെ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ.